നമ്മുടെ സഭയിലെ നേതൃത്വ ശുശ്രൂഷയെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പം എനിക്ക് തോന്നുന്നു നമ്മൾ ചെയ്യേണ്ടത് എന്താണ്. നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ എങ്ങോട്ടാണ് ഈ നേതൃത്വം കൊടുക്കുന്നത്? ഈ മനുഷ്യർക്ക് സ്വർഗത്തിലേക്കാണ്, അല്ലേ? സ്വർഗത്തിലേക്കാണ് നമ്മുടെ പോക്ക്. ഈ അടുത്ത നാളൊരു ചെറുപ്പക്കാരൻ ഒരു ഓൺലൈൻ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ എന്നോട് പറഞ്ഞു, അവൻ വിദേശത്ത് ജോലി ചെയ്യാണ്. അവനെന്നോട് പറഞ്ഞു, പിതാവേ, ഞങ്ങൾ ഇത്രയും വർഷവും വേദപാഠമൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്വർഗമാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്നുള്ളത് തലക്കയറിയിട്ട് അത് അന്യനാട്ടിൽ ചെന്നിട്ടാണ് തലക്കയറിയത്. ഇപ്പോൾ അവനവിടെ മിഷണറിയൊക്കെ ആയിട്ട് ജീവിക്കുക. സ്വർഗമാണ് ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം. നമ്മുടെ പിള്ളേരോട് ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ജീവിത ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകുന്നതാണെന്ന് ആരെങ്കിലും പറയുമോ? ഇനി ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ എന്നാ പറയും? അവനെന്തോ കുഴപ്പമുണ്ടെന്നേ പറയും. ഇവനെന്തോ പ്രശ്നമുണ്ട് കേട്ടോ. പണ്ടൊരാൾ എന്നോട് പറഞ്ഞു, എൻ്റെ മോൻ ഇപ്പോൾ കൂടുതൽ ബൈബിള് വായിക്കുന്ന പിതാവേ, അവൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് പറഞ്ഞാൽ പെന്തക്കോസ്റ്റിലെങ്ങാനും പോയോ എന്നാണ് ചോദ്യം. അതാണ് നമ്മൾ ആത്മീയ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്താൽ നമ്മുടെ ചിന്ത ഇവനെന്തോ കുഴപ്പമുണ്ട്, ഇവനെന്തോ തകരാറുണ്ട്, അവൻ കൂടുതൽ ബൈബിള് പറയുന്നു, അവൻ സ്വർഗത്തിൽ പോകണമെന്ന് പറയുന്നു, അവനെന്തോ കുഴപ്പമുണ്ട്. ആ ഒരു തരത്തിലേക്ക് എത്തി. പണ്ടങ്ങനല്ല. ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യം പറയും, ആത്മരക്ഷയാണ്, അല്ലേ? ആത്മാക്കളെ രക്ഷിക്കണം. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം വനിതാ സമാജത്തിന് ആൾ കുറഞ്ഞതോ കൂടുന്നതൊന്നുമല്ല, സ്വർഗത്തിൽ പോകാനായിട്ട് ആൾ കുറയുന്നു എന്നുള്ളതാണ്, അല്ലേ? നിത്യജീവൻ പ്രാപിക്കാനായിട്ട് ആൾ കുറയുന്നു, അതാണ് നമ്മുടെ പ്രശ്നം. അതുകൊണ്ട് നമ്മൾ ഈ ആത്മീയ രംഗത്ത് നേതൃത്വം കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ ഇപ്പോൾ ഞാനിപ്പോൾ മെത്രാപ്പൊലിത്തയായി, 2 കോളേജും കൂടെ അങ്ങോട്ട് പണിതേക്കാം, 3 സ്കൂളും കൂടെ പണിയാം, 10 പള്ളി പണിയാം, വലിയ കുറച്ച് 2 സമ്മേളനം നടത്താം. ഇതൊന്നും പറഞ്ഞുകൊണ്ട് സ്വർഗത്തിൽ ചെന്നിട്ട് ഒരു കാര്യമില്ല. അങ്ങോട്ട് മാറി നിൽക്കാൻ പറയും. നിങ്ങളെ ഈ ഗണത്തിലല്ല പെടുത്തിരിക്കുന്നത്, വേറെ ഗണത്തില, മേസ്തിരിമാരുടെ ഗണത്തിലാണ്. അതുകൊണ്ട് പണ്ടൊരു അച്ഛൻ സ്വർഗത്തിൽ പോയി, അച്ഛന്മാരുടെ ലിസ്റ്റിൽ പുള്ളിയുടെ പേര് കാണുന്നില്ല. പറഞ്ഞു, വലിയ സങ്കടമായി, ഞാൻ ഇത്രയും കാലം അച്ഛനായിട്ട് ജീവിച്ചിട്ട് എന്നെ സ്വർഗത്തിൽ. ഒന്നും പറഞ്ഞില്ല, വേറൊരു ലിസ്റ്റുണ്ട്, പല ലിസ്റ്റുണ്ട്. അപ്പോൾ അതിനകത്ത് മേസ്തിരിമാരുടെ ലിസ്റ്റിൽ അച്ഛൻ്റെ പേര് കിടപ്പുണ്ട്. അച്ഛൻ ജീവിതകാലം മുഴുവൻ പണിയോട് പണിയായിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഏത് ജീവിതാവസ്ഥയിലാണെങ്കിലും നമ്മുടെയൊക്കെ മക്കളെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കേണ്ട ഒരു വലിയ ബോധ്യം, അവർക്ക് നൽകേണ്ട ഒരു വലിയ ബോധ്യം, മക്കളെ എവിടെ പോയാലും നിന്റെ ആത്മാവിനെ നീ നഷ്ടപ്പെടുത്തരുത്. ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നിനക്ക് എന്തു ഫലം? അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ലക്ഷ്യം, ആ ഫോക്കസ് നമ്മൾ വിട്ടുപോകാതെ മുന്നോട്ട് പോകണം. നമ്മുടെ കുഞ്ഞുങ്ങളെ ആത്മീയതയിൽ വളർത്തുക, ദൈവത്തെ മറന്നുപോകാതെ അവരെവിടെയാണെങ്കിലും ജീവിക്കുക. ഞങ്ങൾക്ക് ഈ ജപമാല ചൊല്ലുന്ന പതിവുണ്ട്, പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി. എന്നോടൊരു അമ്മ പറഞ്ഞു, അവളുടെ വളരെ സ്മാർട്ടായിട്ടുള്ള മിടുക്കിയായിട്ടുള്ള ഒരു പെൺകുട്ടിയുണ്ട്. അവളെക്കുറിച്ച് അവളുടെ അമ്മ എന്നോട് പറഞ്ഞു, പിതാവേ, അവളെ എവിടെ പോയാലും എനിക്കൊരു പേടിയില്ല. അവള് ഹോസ്റ്റലിലൊക്കെ പോയി താമസിക്കുന്നു, അവള് കോളേജിലൊക്കെ വളരെ ആക്റ്റീവാണ്, അവിടെ കലാതിലകമാണ്, അതാണ് ഇതാണ് ഒക്കെയുണ്ട്. പക്ഷെ അവളെ എവിടെ ഒറ്റയ്ക്ക് വിടാനും എനിക്ക് പേടിയില്ല. കാരണം എൻ്റെ കുഞ്ഞ് എല്ലാ ദിവസവും വൈകുന്നേരം കൊന്തയൊല്ലി പ്രാർത്ഥിക്കും. ഒരമ്മയുടെ ഉറപ്പാണത്, മക്കൾ പ്രാർത്ഥിക്കും. അപ്പോൾ പിന്നെ എവിടെ വിട്ടാലും കുഴപ്പമില്ല. നമുക്ക് ഈ ഒരു അടിസ്ഥാനപരമായ ചില ബോധ്യങ്ങൾ രൂപീകരിച്ച് കിട്ടിയാൽ പിന്നെ നമ്മുടെ സമൂഹം വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോയിക്കൊള്ളും എന്നുള്ളതാണ്. അങ്ങനെ പോകുമ്പോൾ നമുക്ക് ഉണ്ടാവേണ്ട ഏറ്റവും വലിയ ഒരു ഗുണം എന്താണ്? നമ്മൾ നേതൃ ശുശ്രൂഷയിലായി, നിങ്ങളെല്ലാവരും നേതാക്കളാണ് കേട്ടോ. കാരണം നിങ്ങളെല്ലാവരും ഒരു കുടുംബത്തെ നയിച്ചവരാണ്, അല്ലേ? കുടുംബത്തെ നയിച്ച് പെൻഷൻ പറ്റിയവർ ഉൾപ്പെടെ ഇതിനകത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓരോ കുടുംബത്തെയും നയിക്കുന്നവനാണ് നിങ്ങൾ, നേതൃത്വം കൊടുക്കുന്നവരാണ് നമ്മളെല്ലാ മേഖലകളിലും. ഈ നേതൃത്വ ശുശ്രൂഷയിലായിരിക്കുന്നവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം എന്തായിരിക്കണം? ഒരു ശാന്തമായിട്ട് ശ്രവിക്കാനുള്ള ഒരു ഗുണമാണ്, ശാന്തതയിൽ ശ്രവിക്കുക. നിങ്ങൾ ഈ മറിയത്തിൻ്റെയും മർത്തായുടെയും കഥ കേട്ടിട്ടുണ്ട്, അല്ലേ? ഈശോ മറിയത്തിൻ്റെയും മർത്തായുടെയും ഭവനം സന്ദർശിച്ചു. കർത്താവ് സന്ദർശിച്ചതായിട്ട് പറയുന്ന ചുരുക്കം ചില വീടുകളിൽ ഒന്നാണ്. ആദ്യത്തേത് പത്രോസിൻ്റെ വീട്ടിൽ ചെന്ന് അമ്മായിയമ്മയെ സുഖപ്പെടുത്തി എന്നുള്ളതായിരുന്നു. പണ്ടൊരാരോണ്ട് പറഞ്ഞു, ഈ പത്രോസ് ഈശോയെ ഒറ്റിക്കൊടുക്കാൻ കാരണം എന്നാന്ന് പിതാവിന് അറിയാവോ? ഞാൻ പറഞ്ഞു, ഇല്ല. വല്ല കാര്യം ഉണ്ടായിരുന്നോ കർത്താവിന് പോയി അങ്ങേരുടെ അമ്മായിയമ്മയെ സുഖപ്പെടുത്താൻ? ആ ദേഷ്യം വെച്ചുകൊണ്ടിരുന്നിട്ടാണ്
അമ്മായിയമ്മ എന്തിനാ സുഖപ്പെടുത്തിയത്, അതുകൊണ്ടാണ് കർത്താവിനെ കർത്താവിനെ തള്ളിപ്പറഞ്ഞത് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ആ ഭവനത്തിൽ സന്ദർശിച്ചു. അത് കഴിഞ്ഞ പിന്നെ സന്ദർശിച്ച ഒരു ഭവനമാണ് ഈ മറിയത്തിൻ്റെയും മർത്തായുടെയും ഭവനം. അവിടെ ചെന്നിട്ട് എന്താണ് സംഭവം? മറിയം നല്ല സുഖമായിട്ടിരുന്ന് ഈശോയുടെ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. മർത്തായാകട്ടെ പലവിധ കാര്യങ്ങളിൽ മുഴുകി വ്യഗ്രചിത്തയായിട്ടിരിക്കുന്നു. അവളാണെങ്കിൽ അടുക്കളയിൽ പോയി ഭയങ്കര ജോലിയാണ്. എന്നിട്ട് അവിടെ സ്വസ്ഥമായിട്ടിരിക്കുന്നുണ്ടോ? ഇല്ല. ഇടയ്ക്കിടയ്ക്ക് ഓടി വന്ന് കർത്താവിനോട് പറയുക. എന്താണ് പറയുന്നത്? കർത്താവെ, നീ കാണുന്നില്ലേ, ഞാനിവിടെ ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്നു, എൻ്റെ സഹോദരിയോട് വന്ന് എൻ്റെ കൂടെ വന്ന് ജോലി ചെയ്യാൻ പറ. ഞാൻ ഈ അടുത്ത നാൾ വരെ മർത്തായുടെ കൂട്ടത്തിലായിരുന്നു കേട്ടോ. ശരിയല്ലേ? നമ്മൾ ഒരാൾ അടുക്കള കിടന്ന് ജോലി ചെയ്യുന്നു, മറ്റേ ആൾ പോയി സുഖമായിട്ട് കർത്താവിൻ്റെ അടുക്കലിരുന്ന് വചനം കേൾക്കുന്നു. എന്നാ ഇടപാടായത്, എന്നാ അനീതിയായത്? ഞാൻ മർത്തായുടെ കൂട്ടത്തിലായിരുന്നു, മർത്തായാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായത്, ഈ മർത്ത ഇതിനു മാത്രം വെപ്രാളം പിടിക്കാനുള്ള സംഭവം വല്ലതും ഉണ്ടോ? കർത്താവ് വന്ന് ഏതാണ്ടൊരു വെള്ളം എടുത്തു കൊടുത്താൽ മതി കുടിക്കാൻ, അത്രയും മതി. അതിനു വേണ്ടിയിട്ട് ഈ രണ്ടുപേരും കൂടെ അടുക്കളയിൽ കിടന്ന് ബഹളം വെക്കേണ്ട കാര്യമില്ല. ആരും പണ്ടാരോട് പറഞ്ഞല്ലോ, നോക്കി നിന്ന് അരി വേകുകയല്ല അല്ലേ? എല്ലാവരും കൂടെ വന്ന് കഞ്ഞിക്കലത്തിന് ചുറ്റും നിന്ന് നോക്കി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. അരിവെന്തോളും ഒരു സമയത്ത്, ബാക്കിയുള്ളവർക്ക് സമാധാനമായിട്ടിരിക്കാം. പക്ഷേ ഈ മർത്തായുടെ പ്രശ്നം, അവള് പലവിധ കാര്യങ്ങളിൽ വ്യഗ്രചിത്തയായിട്ടിരിക്കുകയാണ്. അവളുടെ മനസ്സ് നിറയെ അസ്വസ്ഥതയാണ്. നൂറുകൂട്ടം കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തയാണ്. ഭാവിയെക്കുറിച്ചുള്ള ചിന്ത, ഭൂതത്തെക്കുറിച്ചുള്ള ചിന്ത, പല കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്ത. നിങ്ങളുടെയൊക്കെയാണെങ്കിൽ മനസ്സ് സ്വസ്ഥമാണെന്ന് പറയാൻ പറ്റുമോ? നിങ്ങളുടെയൊക്കെ മനസ്സുകളിൽ ഒരുപക്ഷേ ഈ നൂറുകൂട്ടം കാര്യങ്ങളെക്കുറിച്ചുള്ള വേവലാതിയും വ്യഗ്രതയും ചിലപ്പോൾ കാണും. മക്കളെക്കുറിച്ചുള്ള വേവലാതി, ഭാവി കാര്യങ്ങളെക്കുറിച്ചുള്ള വേവലാതി, പഴയ കാര്യങ്ങളെക്കുറിച്ചുള്ള വേവലാതി. അങ്ങനെ വേവലാതിപ്പെട്ട് ടെൻഷൻ അടിച്ച് നമ്മളൊരു 80 വയസ്സാകുമ്പോഴങ്ങ് മരിച്ചു പോവുകയാണ്. അപ്പോൾ ഒരു 30-ാം വയസ്സിലെ ഫോട്ടോ എടുത്ത് അവർ പത്രത്തിലിടും. എന്താണ്, ഇയാൾ മരിച്ചുപോയി. അദ്ദേഹം എങ്ങനെ ജീവിതം ആസ്വദിച്ചോ? ഇല്ല, ഒരു സന്തോഷവും ഇല്ലായിരുന്നു. കാരണം എന്നാ, എപ്പോഴും ടെൻഷനോട് ടെൻഷൻ, നൂറുകൂട്ടം കാര്യങ്ങളെക്കുറിച്ച് വ്യഗ്രതപ്പെട്ട് ജീവിക്കുകയാണ്. കർത്താവ് കാണിച്ചു തരുന്ന ഒരു മാർഗം ശാന്തതയുടേതാണ് അല്ലേ? ഗിഫ്റ്റ് ഓഫ് സ്ലോയിങ് ഡൗൺ എന്ന് പറയും. നമ്മുടെ ഉള്ളിൽ വി നീഡ് ടു സ്ലോ ഡൗൺ. നമ്മൾ അവിടെയാണ് ഈശോയെ കേൾക്കാൻ അല്പം ശാന്തതയോടെ ആയിരിക്കും. നിങ്ങളിപ്പം ശാന്തമായിട്ടിരിക്കുകയാണ്. നിങ്ങൾ പക്ഷേ എന്നെയാണോ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ള എനിക്ക് സംശയമുണ്ട്. ഇപ്പോഴും മനസ്സിൽ നൂറുകൂട്ടം ആകുലതകളായിരിക്കും. ആകുലതകളുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ചില ആകുലതകളിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നവരുമുണ്ട്. അങ്ങോട്ടൊക്കെ ചെന്ന് ആകുലത കൂടും, അതുകൊണ്ട് ഇവിടെ തന്നെ വന്നിരിക്കുകയാണ് ഭേദം എന്ന് പറഞ്ഞിരിക്കുന്നവരും ഉണ്ടാവും. അപ്പോൾ ശാന്തതയോടെ ആയിരിക്കാനുള്ള ഒരു കൃപ, അതാണ് ഏതൊരു നേതൃ ശുശ്രൂഷയിലായിരിക്കുന്നവർക്കും വേണ്ട. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളൊക്കെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആശങ്കപ്പെട്ട് ജീവിതം തീർക്കുന്നവരാണ്. എന്നോടൊരു സഹോദരി പണ്ട് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. കല്യാണം കഴിക്കുന്നോടം വരെ കല്യാണം നടക്കുമോ എന്നുള്ള ടെൻഷനാണ്. നടക്കുമോ ആവും? ഇപ്പോൾ കല്യാണം നടക്കാത്തവർ എത്ര പേരാണ് അല്ലേ? പ്രത്യേകിച്ച് നമ്മുടെ പുരുഷന്മാർ. ഞങ്ങളൊരിക്കൽ വിവാഹിതരാകാത്ത പുരുഷന്മാരുടെ 40 വയസ്സിന് താഴെയുള്ള പുരുഷന്മാരുടെ സമ്മേളനം, പുരുഷന്മാരുടെ സ്ത്രീകളുടെ സമ്മേളനം വിളിച്ചു കൂട്ടി. 900 പുരുഷന്മാരും 20 സ്ത്രീകളും വന്നു. പിന്നെ ആ സ്ത്രീകളാവപ്പാടെ പേടിച്ചു പോയി. അവരുടെ ഫോൺ നമ്പർ മേടിച്ച് ഈ 900 പേരും കൂടെ അവരെ ഫോൺ വിളിക്കാൻ തുടങ്ങി. അവരോർത്തത് ഇവരെല്ലാം വിളിച്ച് ഈ മെത്രാൻ എല്ലാവർക്കും പെങ്കൊച്ചുങ്ങളെ റെഡിയാക്കി കൊടുക്കും, അതിനായിട്ടാണ് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. പക്ഷേ അവർ പിന്നെ പേടിച്ചു. അവർ പിന്നെ മീറ്റിങ്ങിന് പിന്നെ വിളിച്ചാൽ പുരുഷന്മാർ മാത്രമേ വരുള്ളൂ, സ്ത്രീകളാരും വരികയില്ല. വഴി വളരെ കുറച്ചേ ഉള്ളൂ. ആണുങ്ങൾ ഇഷ്ടം പോലെ. പണ്ടാണെങ്കിൽ പെണ്ണുങ്ങൾ നിറഞ്ഞ് നിൽക്കുക എന്ന് പറയായിരുന്നു. ഇപ്പോൾ ആണുങ്ങൾ പുരയും നിറഞ്ഞ് മച്ചും പൊളിച്ച് തലയിട്ട് നിൽക്കുകയാണ്. കാരണം ഒരു സമയത്തൊന്നും ഇതുങ്ങൾ കല്യാണം കഴിക്കുകയില്ല. അതാണ് ഒരു പ്രശ്നം. പിന്നെ അങ്ങ് നിന്ന് അങ്ങ് പോവുകയാണ്. ഒന്നാമത് നേരെ പോയി പഠിക്കുകയില്ല. നമ്മുടെ ആണുങ്ങൾക്കുള്ള പ്രശ്നം അതല്ലേ, നേരെ ചെവ്വേ പഠിക്കുകയില്ല, ഡിഗ്രി എടുക്കുകയില്ല അല്ലേ? 10-ാം ക്ലാസ് 12-ാം ക്ലാസ് കഴിഞ്ഞ് ഞാനൊരിക്കൽ ഒരു പള്ളിയിൽ ചെന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ പയ്യനെ കണ്ടു. മിടുകനാ. എന്നോട് ചോദിച്ചു, നീ എന്നാ എടുക്കുക? ഞാൻ ടെക്നിക്കലായിട്ട് പഠിക്കുക. ഞാൻ ചോദിച്ചു, എന്നതാ നീ എന്ത് ടെക്നിക്കാണ് നീ പഠിക്കുന്നത്? അവൻ പറയാം, മൊബൈൽ ഫോൺ നന്നാകാൻ പഠിക്കുക. ഞാൻ പറയാം, എടാ ഇത് നന്നായിക്കൊണ്ടിരുന്നാൽ നിനക്ക് പെണ്ണ് കിട്ടുമോ? ഓ, അതിനിപ്പോൾ ആർക്ക് പെണ്ണ് കെട്ടണമെന്ന് അവൻ പറയുന്നു. എന്നിട്ട് വയസ്സ് 40 ആകുമ്പോൾ ഇതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഏതായാലും കല്യാണം നടക്കുമോ എന്നുള്ള ടെൻഷനാണ് ആദ്യം. നടന്നു കഴിയുമ്പം ഇതാണല്ലോ മാതാവേ നടന്നതെന്നുള്ള ടെൻഷൻ. ആരെല്ലാം വന്ന് കണ്ടതാണ്,
എന്നിട്ട് എനിക്കിതാണല്ലോ കിട്ടിയത്, അത് ഓർത്ത് വിഷമിച്ചിരിക്കും. പിന്നെയുള്ള ടെൻഷൻ പിള്ളേരുണ്ടാകുമോ എന്നുള്ള ടെൻഷനാണ്. അപ്പോൾ എന്നോടൊരു പെൺകുട്ടി 7 വർഷം കഴിഞ്ഞ് കൊച്ചുണ്ടായ ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞു, എൻ്റെ പിതാവേ, കല്യാണത്തിൻ്റെ കാര്യം മാത്രമേ നമ്മൾ ഓർത്തുള്ളൂ, ഈ കൊച്ചുണ്ടാകുന്ന ഇത്രയും ബുദ്ധിമുട്ടാണ് ഇപ്പോഴാണ് ഓർത്തത്. കാരണം ആദ്യത്തെ വർഷം കുഞ്ഞുണ്ടായില്ലെങ്കിൽ പഞ്ചായത്തിൽ ഉൾപ്പെടെ ചർച്ചയാണ്, എന്താണ് അവർക്ക് കൊച്ചുണ്ടാകാത്തത്, ഭയങ്കര ചർച്ചയാണ്, ചർച്ചയോട് ചർച്ച, 100 കൂട്ടം പേരോട് ഉത്തരം പറയണം. ഇതെല്ലാം കേട്ട് മടുത്ത് അവസാനം മാതാവിനോട് പ്രാർത്ഥിച്ച് അവളൊരു കൊച്ചിനെ സംഘടിപ്പിച്ചു. അപ്പോൾ അവൾ പറയുമായിരുന്നു കൊച്ചുണ്ടാകും. അപ്പോൾ കൊച്ചുണ്ടാവുമോ എന്നുള്ള ടെൻഷൻ. ഉണ്ടായി കഴിയുമ്പോഴോ, ഇതുങ്ങളാണല്ലോ ഉണ്ടായത്. കാരണം എന്നാ, ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ കൃത്യം അങ്ങോട്ട് വന്ന 2 ഡിസൈൻ ചെയ്ത് തന്നിരിക്കുന്നത്. അതാണ്, പറഞ്ഞാലൊന്നും കേൾക്കുകയല്ല. അങ്ങനെ 2. പിന്നെ അതിൻ്റെ ടെൻഷൻ. പിന്നെ ഇതുങ്ങൾ നേരെ ജീവിതം വളർന്നു വരുമോ എന്നുള്ളൊരു ടെൻഷൻ. ഇനി വളർന്നു വന്നാലോ ആദ്യം മുതൽ തുടങ്ങും എന്നാ, ഇതുങ്ങളുടെ കല്യാണം നടക്കുവോ ആവും, അങ്ങനെ ടെൻഷൻ അടിക്കും. അത് കഴിയുമ്പോൾ പിന്നെ ഇതുങ്ങൾക്ക് മക്കളുണ്ടാവുമോ ആവും. ഇങ്ങനെ ടെൻഷൻ അടിച്ച് 80 വയസ്സാകുമ്പം കവളെല്ലാം കൊഴിഞ്ഞ് നമ്മളങ്ങ് മരിച്ചു പോകും. എല്ലാവരും കൂടെ വലിയ മുത്തുകൂടെയൊക്കെ പിടിച്ച് മൂക്കിനകത്ത് പഞ്ഞിയൊക്കെ തിരികെ കയറ്റി നമ്മളെ കൊണ്ടുപോയി അങ്ങ് അടക്കും. അത്രയേ ഉള്ളൂ. നിങ്ങളതൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? പിതാവ് ചുമ്മാ വേറെ രാവിലെ വന്ന് വേണ്ടാതീനം ഒന്നും ഓർപ്പിക്കാതെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളിരിക്കുന്നു. ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ എൻ്റെ ശവോടൊക്കെ എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് ചിന്തിക്കും കേട്ടോ. അത് ഗംഭീരമാണ് ഈ ആയിരിക്കും എന്നാണ് പറയുന്നത്. മെത്രാന്മാരുടെ അടക്കൊക്കെ ഗംഭീരമാണ്. മുത്തുകൂടെയൊക്കെ ഇഷ്ടം പോലെ പിടിക്കും. നമ്മളെ ജീവിതകാലത്ത് ചീത്ത പറഞ്ഞവനൊക്കെ വന്നൊന്ന് മുത്തുകൂടെ പിടിക്കും. പിന്നെ വലിയ വണ്ടി, വലിയ കാര്യങ്ങൾ, ഇഷ്ടം പോലെ റീത്ത് ഒന്നും വരണ്ട, അത് പോട്ടെ, വിഷയം മാറിപ്പോവും. അപ്പോൾ ഈ ടെൻഷനടിച്ചുള്ള ജീവിതമാണ്. നമുക്കൊരല്പം ശാന്തതയുണ്ടെങ്കിലേ കൂടെയുള്ളവരെയൊക്കെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കത്തുള്ളൂ. കൂടെയുള്ളവരെയൊക്കെ ഉൾക്കൊള്ളണം, അല്ലേ? അതാണ് നേതൃത്വം. നിങ്ങൾ വനിതാ സമാജത്തിലായിരിക്കുമ്പം കൂടെയുള്ളവരെ എല്ലാം ചേർത്ത് പിടിച്ച് ഒരുമിച്ച് കൊണ്ടുപോകണം. അതിനകത്ത് എല്ലാവരും ഒരുപോലെ പെരുമാറുന്നവരൊന്നും അല്ല, അല്ലേ? നമ്മുടെയൊക്കെ വീടുകളിൽ എന്ന അവസ്ഥ 5 ഉണ്ടെങ്കിൽ 25 സ്വഭാവമാണ്, അല്ലേ? അതൊക്കെ മാനേജ് ചെയ്യുന്നവരാണ് നിങ്ങൾ കേട്ടോ. അമ്മമാരാണ് ഇതെല്ലാം മാനേജ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതേ കഴിവുകളാണ് നമ്മൾ ഇവിടെ എടുക്കേണ്ടത്. ചിലരുടെ ഒരു സ്വഭാവത്തിൽ തന്നെ അതുണ്ട്. എല്ലാവരെയൊക്കെ കേട്ട് വളരെ സോഫ്റ്റായിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് എല്ലാവരെയൊക്കെ ചേർത്ത് നിർത്തി കൊണ്ടുപോകും. ചിലരെ കാണുമ്പോൾ നമുക്ക് ഓർക്കും ഇവർക്കൊരു മീശയുടെ കുറവ് മാത്രമേ ഉള്ളൂ, ഭയങ്കര പുരുഷത്വമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് വാ ഭയങ്കര കമാൻഡിങ് ആണ്, ഒരു സ്നേഹമില്ല, ഒരു അമ്മത്വം ഇല്ല, അല്ലെ? ഒരു വാത്സല്യമില്ല. വാത്സല്യം സ്ത്രീയായി ജനിച്ചതുകൊണ്ട് മാത്രം വാത്സല്യം ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. പുരുഷനായി ജനിച്ചതുകൊണ്ട് പിതൃവാത്സല്യം ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഈ വാത്സല്യത്തോടെ ചേർത്ത് പിടിക്കാനുള്ളൊരു കഴിവാണ് നേതൃ ശുശ്രൂഷയിലുള്ളവർക്കുണ്ടായിരിക്കേണ്ടത്. എല്ലാവരെയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ളൊരു കഴിവ്. വ്യത്യസ്ത അഭിപ്രായമുള്ളവരെ ഒരുമിച്ച് കൊണ്ടുവരാനായിട്ട് പറ്റുമോ? അതാണ് നമ്മുടെ മുമ്പുള്ള ഒരു ചോദ്യം. അപ്പം നമുക്ക് ആ രീതിയിൽ ഒരു ശാന്തതയുടെ ഒരു അനുഭവം. ഈശോ എന്നാ പറഞ്ഞത്? മർത്ത നീ പലതിനെക്കുറിച്ചും വ്യഗ്രചിത്തയായിരിക്കുന്നു, എന്നാൽ മറിയമാകട്ടെ മെച്ചമായിട്ടുള്ളത് തിരഞ്ഞെടുത്തു. അവളാണ് മെച്ചമായിട്ടുള്ളത് തിരഞ്ഞെടുത്തത്. അവൾ അവിടെ ഇരുന്ന് വചനം കേൾക്കുകയാണ്. നമുക്ക് മറ്റുള്ളവരെ ശ്രവിക്കാനുള്ള ഒരു വലിയ കഴിവ്. നിങ്ങൾ പള്ളിയിലൊക്കെ വരുമ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അച്ഛന്മാർ എന്ത് പറഞ്ഞാലും നിങ്ങൾ കേട്ടിരുന്നോളും. 1957 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞാലും നിങ്ങൾ തിരിച്ചു ചോദിക്കാതെ എല്ലാം കേട്ടിരിക്കും. അതാണ് ഞങ്ങളുടെ ഒരു വലിയ ഉറപ്പ്. പക്ഷേ വീട്ടിൽ ചെല്ലുമ്പോൾ അത്രയും ഉണ്ടോ എന്നുള്ളതാണ്. വീട്ടിൽ ചെല്ലുമ്പോൾ കെട്ടിയവും പറയുന്നത് അതേപടി അങ്ങോട്ട് കേൾക്കുമോ. അത് കല്യാണത്തിന് ആദ്യത്തെ 2-3 ദിവസമൊക്കെ അല്ലേ പറഞ്ഞാൽ കേക്ക്. ചക്ക കാണിച്ചിട്ട് മാങ്ങ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെയാണോ മാങ്ങ എന്നേ നമ്മൾ ചോദിക്കത്തുള്ളൂ. പിന്നെ ഒരു 2 ആഴ്ച കഴിയുമ്പോൾ അതൊക്കെ എടുത്ത് തലക്കിട്ട് എറിയാൻ തുടങ്ങുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒരു ക്രിയേറ്റീവ് ലിസണിങ്, എല്ലാവരോടും ഉള്ള ഒരു ക്രിയേറ്റീവ് ലിസണിങ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ ഒരുമിച്ച് ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മളൊരു ക്രൈസ്തവ ചൈതന്യത്തിൽ അവരെ കൊണ്ടുപോവുകയാണ്. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ക്രൈസ്തവ സന്ദേശത്തിൻ്റെ അനന്യത എന്താണ് എന്ന് പഠിപ്പിക്കണം. എന്നോടൊരു ചെറുപ്പക്കാരൻ ചോദിച്ചു, പിതാവേ, ക്രിസ്ത്യൻ ആയിരുന്നു കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമ്മുടെ പിള്ളേരെല്ലാം എപ്പോഴും അങ്ങനെ ചോദിക്കുക, ഞങ്ങൾക്ക് എന്നാ കിട്ടും? ഒരു ക്രൈസ്തവനായതുകൊണ്ട് എന്താണ് വ്യത്യാസം, എന്താണ് ഗുണം? ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ക്രൈസ്തവനായതുകൊണ്ട് നിനക്ക് കിട്ടുന്ന അടിസ്ഥാനപരമായ ഒരു ഗുണം ജീവിക്കാനുള്ള ധൈര്യമാണ്. അത് എന്നിട്ട് കർത്താവ് പോയി കുരിശ് മരിച്ചു, പാവം എല്ലാവരും കൂടെ പോയി കുരിശ് തറച്ചു കൊന്നില്ലേ, പിന്നെ എന്നാ ജീവിക്കാനുള്ള ധൈര്യം? 33-ാമത്തെ വയസ്സിൽ മരിച്ചില്ലേ?
ഇപ്പൊ ഞാൻ പറഞ്ഞു, മോനെ 33-ാമത്തെ വയസ്സ് വരെ അവിടുന്ന് തികവോടെ ജീവിച്ചു. അതാണ് ജീവിക്കുന്ന കാലത്തോളം ധീരതയോടെ ജീവിക്കാൻ. എന്നിട്ട് കർത്താവ് എന്താ ചെയ്തത്? അവിടുത്തെ കുരിശിൽ തറച്ചു കൊന്നു. ആ കുരിശിനെ മഹത്വത്തിന്റെ ചിഹ്നമാക്കി അവിടുന്ന് മാറ്റി. നമ്മുടെ സുവിശേഷം ഉണ്ടല്ലോ പ്രിയപ്പെട്ടവര്, വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സാധനം. സുവിശേഷം എന്ന് പറഞ്ഞാൽ പാപം, ശിക്ഷ എന്നൊക്കെ ചിലത് അതൊക്കെ വലിയ ഇതാണ്, ഇത് ഭയങ്കര പാപമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയും. പക്ഷെ സുവിശേഷം രക്ഷയുടെ ഒരു സന്ദേശമാണ് നമുക്ക് തരുന്നത്, ധൈര്യത്തിന്റെ ഒരു സന്ദേശമാണ് തരുന്നത്. സുവിശേഷത്തിൽ ജീവിക്കുന്നു നല്ല ധീരതയോടെ ജീവിക്കും. അവനെ ഭയപ്പെടുത്താനായിട്ട് പട്ടിണിയോ മരണമോ നഗ്നതയോ വാളോ ആപത്തോ ഒന്നിനും പറ്റിയല്ല. കർത്താവായ ഈശോയോടുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപ്പെടുത്താൻ ഇവയ്ക്കൊന്നും സാധിക്കുകയില്ല. കാരണം നല്ല ധൈര്യമാണ്. നമ്മളോട് കർത്താവ് പറഞ്ഞത് വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ ദുരന്തങ്ങളും മാറ്റി തരുന്നതാണോ? അല്ല. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ആ ബെയാറ്റിറ്റ്യൂഡ്സ്, അതായത് സുവിശേഷ ഭാഗ്യങ്ങളുടെ അവസാനത്തെ വാക്യം എന്താ? നിങ്ങളെ അന്യായമായി മനുഷ്യരെ തടങ്കൽ വയ്ക്കുകയും കള്ളസാക്ഷ്യം പറയുകയും നിങ്ങളെ പീഡിപ്പിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുകയും നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കും. ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേരോട് പറഞ്ഞാൽ പറയാം, അതൊക്കെ അങ്ങ് പള്ളി പറഞ്ഞാൽ മതി, പിന്നെ ഇവിടെ അങ്ങ് പീഡിപ്പിക്കുമ്പോൾ സന്തോഷിക്കുവിൻ. ഇതൊന്നും വലിയ ഭാഗ്യം വല്ലതുമാണോ? പക്ഷേ അതിലൂടെ പറയുന്ന ഒരു സന്ദേശം എന്താണ്? നല്ല ധൈര്യമായിട്ട് ജീവിക്കണം. നീ ഭയപ്പെടരുത്, കുരിശിനെ നീ ഭയപ്പെടരുത്. നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിന് ഇപ്പൊ പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ ആപത്ത് എന്നാണെന്നറിയോ? ഒന്നാമത് നമ്മളൊരു ന്യൂനപക്ഷമായി. നമ്മൾ 27% ഉണ്ടായിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന 1947. നമ്മളെല്ലാവരും കൂടെ അധ്വാനിച്ച് അത് 17 ഇനി ഇപ്പൊ സെൻസസ് എടുത്ത 14 ഉള്ളെന്നാണ് കേട്ടോ. നമ്മളിങ്ങനെ കുറഞ്ഞു വരികയാണ്. നമ്മുടെ മക്കൾക്കൊന്നും മക്കളെ ജനിപ്പിക്കണമെന്നുള്ള ആഗ്രഹം, അതൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. നിങ്ങൾക്കോ മണ്ടത്തരം പറ്റി, എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾക്കെങ്കിലും മക്കൾ വേണം. ഈ ഒരു 3 മക്കളുള്ളവരൊക്കെ ഇന്ന് കൈവക്കുക ഇതിനകത്ത്. ഇവിടെ ഒത്തിരി പേരുണ്ടോ? എന്നാലും പോരാ കേട്ടോ, 3-1 പോലും ഇല്ല കൈതാത്തിന്. 4 ഉള്ളവർ കൈവക്കാവോ? വേണ്ട, 2, 3. ഇനിയിപ്പോൾ 5 ഞാൻ ചോദിക്കുന്നില്ല. 5 ഉണ്ടോ ആർക്കെങ്കിലും? അവർക്ക് അവാർഡ് കൊടുക്കണമെന്ന് പറയും. ആരുമില്ല കേട്ടോ. 3 പേർക്ക് വേണേൽ പ്രത്യേക സമ്മാനം കൊടുക്കാം. ഞാൻ ഇന്നൊന്നും കൊണ്ടുവന്നിട്ടില്ല. സമ്മാനം കൊടുക്കേണ്ടതാണ് 3 മക്കളുള്ളവർക്ക്. 4-5 ഉണ്ടോ? 4 ഉണ്ട് കേട്ടോ, കൊള്ളാം. ഞാനിപ്പം ഞങ്ങളുടെ ചെറുപ്പക്കാരോടൊക്കെ പറയാറുണ്ട്, എൻ്റെ പൊന്നു മക്കളെ, നാം 2 നമുക്ക് 5. അവരത് പറയത്തില്ല. അവർ നാം 2 പറഞ്ഞിട്ട് മിണ്ടാതിരിക്കും. നമുക്ക് 5 നിങ്ങൾ ഇതാ പറയത്തില്ല. ഒരു 5 മക്കളൊന്നും ഇല്ലാതെ ക്രൈസ്തവ സമൂഹം കേരളത്തിൽ നിലനിൽക്കുമെന്ന് നിങ്ങളാരും ചിന്തിച്ചേക്കരുത് കേട്ടോ. നമ്മുടെ പിള്ളേർക്ക് വലിയ സാമ്പത്തികമായി സുസ്ഥിരത ഉണ്ടാവണം, അവർക്ക് ഒരു കുഴപ്പം ഉണ്ടാകുന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭയങ്കര കണക്കൂട്ടലുകളെല്ലാം നടത്തി കുഞ്ഞുങ്ങളെയൊക്കെ ജനിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇപ്പം എന്ത് ചെയ്യേ? ഇപ്പം സമാജംകാരെല്ലാം വീട്ടിൽ പത്രവും വായിച്ചിരിപ്പുണ്ട്. രാവിലെ പത്രം നേരെ പിടിച്ച് വായിക്കും, ഉച്ച കഴിയുമ്പം തല തിരിച്ച് പിടിച്ച് വായിക്കും. കാരണം ഇഷ്ടം പോലെ സമയം വെറുതെ ഇരിക്കുകയാണ്, ബോറടി. പിന്നെ കെട്ടിയവൻ്റെ മുഖവും കാണണ്ട ഈ പത്രം ഇങ്ങനെ പിടിക്കുമ്പം. അത് ഭയങ്കര ബോറായതുകൊണ്ട്. അപ്പോൾ വായനയോട് വായന. ആരാണ്ട് പറഞ്ഞ പോലെ പലരും എഴുത്തമ്മമാരായെന്ന്. എഴുത്താണ്, തല ഉയർത്തുന്നില്ല. കാരണം മടുപ്പാണ്, പരിപാടിയൊന്നുമില്ല, വീട്ടിൽ ഇരിക്കുക. ഞാനിങ്ങനെ ഓരോ ഭവനങ്ങളിലൊക്കെ ചെല്ലുമ്പം ചിലർ സ്നേഹത്തോടെ മക്കളെയൊക്കെ വീഡിയോ കോളിൽ വിളിച്ച് കാണിക്കും. ആ പിള്ളേർ പറയുന്ന ഭാഷ നമുക്ക് പോലും മനസ്സിലാകത്തില്ല. ഹായ് ഹോയ് എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ ഇംഗ്ലീഷൊന്നും നമുക്ക് പോലും പിടികിട്ടുന്നില്ല. അപ്പോൾ പിന്നെ ഈ അമ്മച്ചിക്ക് പിടികിട്ടുവോ? ഇല്ല. അതാണ് നമ്മുടെ ഒരു അവസ്ഥ. ഈ അവസ്ഥയ്ക്ക് ആരാണ് കാരണക്കാരായി? എൻ്റെ മോൻ അമേരിക്കയിലാന്നൊക്കെ എന്നാ ഗമയ്ക്കാ പറഞ്ഞു നടക്കുന്നേ. എന്നിട്ട് ഈ പിള്ളേർ എന്ത് ചെയ്യും? ആ ഒരു പിടിയില്ല. അതാണ് നമ്മുടെ ഒരു നമ്മൾ തന്നെ സ്വയം കുഴി കുഴിച്ചുകൊണ്ട്, അതിന് വേറെ ആരെയും കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ തന്നെയാണ് നമ്മുടെ കുഴി കുഴിച്ച് ഈ പോക്ക് പോയാൽ ജനസംഖ്യയെല്ലാം കുറഞ്ഞു രാഷ്ട്രീയക്കാരൊന്നും നമ്മളെ മൈൻഡ് ചെയ്യാത്ത ഒരു കാലം വരും. കാരണം അവർക്ക് വോട്ടുള്ളവൻ്റെ പിന്നാലെ അവർ പോകും, അവരെ നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്ത വേണം. എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനിക്ക് പിള്ളേർ കുറഞ്ഞു പോയെന്ന് ഞാൻ പറയാം. വളർത്താൻ ധൈര്യമില്ലാണ്ട് പോയി. അത്ര തന്നെ. എൻ്റെ അപ്പനും അമ്മയ്ക്ക് 7 മക്കളുണ്ടായിരുന്നു. 7ാമനാണ് ഞാൻ. നിങ്ങളുടെ ടൈപ്പ് വല്ലോ മാതാപിതാക്കളായിരുന്നെങ്കിൽ ഞങ്ങളുടെ 4 പേരുടെ കാര്യം
ഭയങ്കര തൃശങ്കുയിലായിപ്പോയാൻ അല്ലേ. ഏഴാമനെ കുറിച്ച് ചിന്തിക്കുക പോലും ഇല്ല. അപ്പം ആരാണ്ട് പറഞ്ഞു ഞങ്ങളുടെ സഭ രക്ഷപ്പെട്ടേനെയാണ്. ഏഴാമൻ ജനിക്കാതിരുന്നിരുന്നെങ്കിൽ സഭ രക്ഷപ്പെട്ടേനെ. കാരണം അപ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ധൈര്യമാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ കാരണവന്മാർക്ക് 12 മക്കളും 16 മക്കളും ഒക്കെ ഉണ്ടായത് വലിയ സാമ്പത്തിക സുരക്ഷിതത്വവും അവർക്ക് പഠിക്കാനായിട്ട് വലിയ AC, എയർ കണ്ടീഷൻ സ്കൂളും ഒന്നും ഉണ്ടായിട്ടൊന്നും അല്ല. അവർക്ക് ദൈവത്തിന്റെ പദ്ധതിയിലുള്ള ഒരു വലിയ വിശ്വാസം ഉണ്ടായിരുന്നു, പിന്നെ നല്ല ധൈര്യം ഉണ്ടായിരുന്നു. വരുന്നിടത്ത് വെച്ച് കാണാം, അത്ര തന്നെ. അതാണ് ഈ നാട്ടില് നമ്മുടെ മധ്യ കേരളത്തിൽ ഇത്രയും മക്കളെ എല്ലാവരെയും കൂടെ വളർത്താൻ സ്ഥലമില്ലാണ്ടായപ്പോൾ എല്ലാവരും കൂടെ കെട്ടി മലബാറിന് പോയി. അവിടെ ചെന്ന് മലമനി എല്ലാം പിടിച്ച് ആദ്യം ചെന്നവരെല്ലാം മരിച്ചുപോയി. എന്നിട്ട് നിർത്തിയോ? ഇല്ല, പിന്നെയും പോയി. നല്ല ധൈര്യമുള്ള ഒരു ജനതയായിരുന്നു ക്രൈസ്തവ സമൂഹം. ഇപ്പൊ നമ്മുടെ പിള്ളേർക്ക് വല്ലതിനും ധൈര്യമുണ്ടോ? ഒരു മത്സര പരീക്ഷ എഴുതാൻ പോലും ധൈര്യമില്ല. അതാണ്, ഒരു മത്സര പരീക്ഷ എഴുതാൻ പോലും ധൈര്യമില്ലാത്ത ഒരു സമൂഹമായി നമ്മൾ മാറിയതിൻ്റെ പിന്നിൽ ആരാണെന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മുടെയൊക്കെ വീടുകളിൽ ഇങ്ങനെ ഇതുങ്ങളെ പൊതിഞ്ഞ് വളർത്തി പ്ലാസ്റ്റിക് കൂട്ടിലിട്ട് പിള്ളേരെ വളർത്തുന്ന പോലെ വളർത്തി. ഒരു ജോലിയും ചെയ്യിക്കത്തില്ല, അവന് ഒന്നും അറിയത്തില്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ പിള്ളേരൊക്കെ എങ്ങനെ മിടുക്കരാകുന്നത് ജീവിതത്തിലെ കുരിശുകൾ എടുത്താണ് അവർ മിടുക്കരാകുന്നത്. ധൈര്യം എടുക്കുന്നത് എങ്ങനെയാ? ജോലിയൊക്കെ ചെയ്താണ്. അവന്റെ കൈയും കാലും ഒക്കെ നല്ല ഇപ്പൊ നമ്മുടെ എത്ര ആമ്പിള്ളേര് സ്വന്തം തുണി കഴുകും? വളരെ കുറവാണ്. കാരണം എന്നാ? നമ്മുടെ ന്യൂജൻ മമ്മിമാര് അവിടെ 2 ചിൽഡ്രനേ ഉള്ളൂ. അപ്പോ എല്ലാവരുടെയും തുണി കഴുകാനുള്ള സമയം എനിക്കുണ്ട്. അതുകൊണ്ട് ന്യൂജൻ മമ്മി കാറും ഒക്കെ ഓടിച്ച് മമ്മിക്ക് വേണ്ടിയിട്ട് തന്നെ ഒരു കൊച്ചു കാർ മേടിച്ചു കൊടുത്തിരിക്കുന്നു. അതൊക്കെ ഓടിച്ച് ആ എഞ്ചിനീയറിംഗ് കോളേജിലോട്ടൊരു പോക്കുണ്ട്. എന്തിനാണ്? കൊച്ചേ എന്ന് പറഞ്ഞാൽ തൊട്ടിലിനകത്തോട്ട് ഇട്ട ആട്ട. മോൻ ആൺകുട്ടിയാണ്, അപ്പം പിന്നെ വാത്സല്യം ശകലവും കൂടെ കൂടും. അവനെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിക്കത്തില്ല, അവനെ കൊണ്ട് ചെയ്യിക്കത്തില്ല. അവൻ അവിടെ എൻ്റെ കൊച്ചിന് പഠിക്കാൻ ഒത്തിരി ഉള്ളത് കൊണ്ട് അവൻ അലക്കാൻ നേരമില്ല. അതുകൊണ്ട് അവനെ ഇട്ട് നാറ്റിച്ച് കുറേ തുണിയെല്ലാം അവിടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അത് എടുത്തു വെക്കാൻ പോലും അവൻ അറിയത്തില്ല. അതെല്ലാം ഈ അമ്മ ചെന്ന് ഏതാണ്ട് തിരിശേഷിപ്പ് പെറുക്കി എടുക്കുന്നത് പോലെ എടുത്ത് ഒരു ബാഗിലാക്കി ഒരു പുതിയ സെറ്റ് ഡ്രസ്സൊക്കെ കൊച്ചിന് കൊടുത്ത് കവളത്തൊരു നുള്ളും കൂടെ കൊടുത്തിട്ട് അടുത്ത ആഴ്ച വരാന്ന് പറഞ്ഞിട്ട് വരിക. ഇവനൊന്നും അറിയത്തില്ല. ഇവന് കൈ അലക്കാൻ അറിയത്തില്ല, ഇവന് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയത്തില്ല, ഇവന് ആരെങ്കിലും കൊണ്ട് കൊടുത്താൽ തിന്നും. ഇവന് പൈസയുടെ വില അറിയത്തില്ല. അതാണ് ഏറ്റവും സങ്കടം. പണത്തിൻ്റെ വില അറിയത്തില്ല. ഒരു ജോലി ചെയ്യാൻ അവന് ധൈര്യമില്ല. അവനോട് മരുന്ന് മേടിക്കാൻ പറഞ്ഞാൽ അമ്മയ്ക്ക് വയ്യ. നമ്മുടെ ന്യൂജൻ മമ്മി വയ്യാണ്ട് കിടക്കുക, അവനും അമ്മയ്ക്ക് മരുന്ന് വേണം. മരുന്ന് മേടിക്കാൻ പറഞ്ഞാൽ അവനെ പറഞ്ഞു വിട്ടാൽ അവൻ പോയി ചോദിക്കുന്ന പലചരക്ക് കടയിലാണ്. അവന് മരുന്ന് കടയാന്ന് പോലും അറിയത്തില്ല. അത് ഞാൻ ചോദിച്ചു, അവിടെ ഇല്ലെന്ന് പറഞ്ഞിട്ട് അവൻ തിരിച്ചു വരും. അത്ര തന്നെ. നമ്മൾ പ്രായോഗിക ബുദ്ധിയില്ലാത്ത, പരിശീലനമില്ലാത്ത കുറേ കുഞ്ഞുങ്ങളെയെല്ലാം ഇങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന് നമ്മൾ തന്നെ ഇതുങ്ങളുടെ വിഭവശേഷിയെ തളർത്തുകയാണ്. അത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഈ ക്രൈസ്തവ കുടുംബങ്ങളിലാണ് ഈ പിള്ളേരുടെ പാമ്പറിങ് എന്ന് പറയും. ഇവരെ ലാളിച്ച് വഷളാക്കുന്ന പരിപാടി ഇച്ചിരി കൂടിപ്പോയി നമ്മുടെ കുടുംബങ്ങളിലാണ്. കാരണം 1, 2 ഉള്ളൂ. അതേസമയം പെമ്പിള്ളേര് ശകലം കൂടെ മിടുക്കലാണ്. നമ്മുടെയൊക്കെ പെമ്പിള്ളേര് നല്ല സ്മാർട്ടാ. കാരണം എന്നാ? അവർ ഈ അടുക്കളയിലൊക്കെ കയറി അമ്മയുടെ കൂടെ ജോലിയൊക്കെ ചെയ്ത് ശകലമെങ്കിലും ഒക്കെ ജോലിയൊക്കെ ചെയ്ത് അവരങ്ങ് മിടുക്കരായിക്കോളും. ആമ്പിള്ളേരെ ഇങ്ങനെ നമ്മൾ പുറകെ നടന്ന് കൊച്ചി രാജാവിൻ്റെ കൊച്ചുമോനെ പോലെ വളർത്തി അവസാനം അവൻ രാജകുമാരനും അവൻ കൽപ്പിക്കലും ഒക്കെയാണ്. അമ്മ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്ത് നിന്റെ ദാസി അടിയത്തി പറഞ്ഞു അരുളി ചെയ്യൂ എന്നൊക്കെ പറഞ്ഞുള്ള ഒരു വല്ലാത്ത അവസ്ഥയിൽ നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തി വഷളാക്കുകയാണ്. അപ്പം നമുക്ക് യഥാർത്ഥത്തിൽ ഈ കുരിശിൻ്റെ സന്ദേശം എന്നൊക്കെ പറയുന്നത് പ്രിയപ്പെട്ടവരെ പള്ളി മാത്രമല്ല കേട്ടോ, അത് ജീവിതത്തിലുണ്ട്. നമ്മളെ ധൈര്യപ്പെടുത്തുന്ന, ധീരതയോടെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ശക്തമായ വിശ്വാസമാണ് ക്രൈസ്തവ വിശ്വാസം. ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു സാധനമാണത്. അതുകൊണ്ട് ക്രൈസ്തവ വിശ്വാസം ജീവിക്കുന്നവന് സ്നേഹം കൂടുതലാണ്, അവന് ധൈര്യം കൂടുതലാണ്, അവന് സാധാരണ തിരിച്ചടികളൊന്നും അവന് പ്രശ്നമല്ല. അവന് രോഗം വന്നാലും ദുരിതം വന്നാലും അവൻ്റെ ജീവിതത്തിൽ വേർപാടുകൾ ഉണ്ടായാലും വിശ്വസിച്ച്
കുരിശിൽ മരിച്ച് ഉയർത്ത കർത്താവിൽ വിശ്വസിച്ച് അവൻ അതിനെയെല്ലാം നേരിടുകയാണ്.